ഹായ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും സന്തോഷവുമുള്ളതാണ്. ഇന്നു മുതൽ ഞങ്ങളുടെ പാറു ചെറിയ കുട്ടിയല്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതാണ് ഋതുമതിയാകുക അല്ലെങ്കിൽ പീരിയഡ്സ് ആകുക എന്ന് പറയുന്നത്. പീരിയഡ്സിനെ ചുറ്റിപ്പറ്റിയുള്ള പഴയ കാലങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം മാറിയിരിക്കുന്നു. ശരീരത്തിൽ വരുന്ന പല മാറ്റങ്ങളും പേടി കൂടാതെ എല്ലാം അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വേണം ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് പാറുവിനെ സന്തോഷിപ്പിക്കാനും സ്പെഷ്യൽ ഫീൽ ചെയ്യിക്കാനും ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ നാട്ടിലും ഇതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ ഹോസ്റ്റ് ചെയ്ത പരിപാടിയിൽ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചടങ്ങുകൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പീരിയഡ്സിൻ്റെ 4-ാം ദിവസം കുട്ടിയെ കുളിപ്പിച്ച് കയറ്റേണ്ട സമയം നമ്മൾ കുറിക്കും. ഞങ്ങൾക്ക് കിട്ടിയ സമയം രാവിലെ 10:30 ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും വളരെ ആക്റ്റീവായി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. പറഞ്ഞ സമയത്തിന് 1 മണിക്കൂർ മുമ്പ് തന്നെ പാറുവിനെ ഞങ്ങൾ സെറ്റും മുണ്ട് ഉടുപ്പിച്ച് മഞ്ഞൾ തേക്കാൻ പീഠത്തിൽ കൊണ്ടുവന്നിരുത്തി. ഈ ഫുൾ ചടങ്ങ് കുട്ടിയുടെ അമ്മായി എന്ന സ്ഥാനത്ത് നിന്ന് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. ചടങ്ങിന് വീട്ടിലെ തലമൂത്ത സ്ത്രീകളെല്ലാവരും ഉണ്ടായിരുന്നു. പാറുവിൻ്റെ തലയിൽ എണ്ണയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും പ്ലാവിലയിലെ എണ്ണ പാറുവിൻ്റെ തലയിൽ തേച്ച് കൊടുത്തു. എന്നിട്ട് അരച്ച മഞ്ഞൾ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ മുറ പോലെ തേച്ച് ശേഷം പാലിൽ കുളിപ്പിച്ചു. പിന്നീട് പനിനീരിലും കുളിപ്പിച്ചു. ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നമ്മുടെ ശരീരത്ത് ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു പരിധി വരെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ജസ്റ്റ് ഷോ ഓഫ് അല്ല. പിന്നീട് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് അവളെ കുളിപ്പിച്ച് അന്നത്തെ ഇടാനുള്ള ഡ്രസ്സ് ആഭരണങ്ങളൊക്കെ നമ്മൾ തട്ടത്തിലാക്കി ഞാനും അമ്മയും അവൾക്ക് ഗിഫ്റ്റ് ചെയ്തു. പിന്നീട് അവളെ ഒരുക്കി സുന്ദരിയാക്കി. അടുത്തതായിട്ട് പൂർണ്ണകുംഭം പാറുവിൻ്റെ അച്ഛൻ്റെ സിസ്റ്ററാണ് കൊടുത്തത്. പാറു പൂർണ്ണകുംഭം വാങ്ങി വീടിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് വീടിൻ്റെ മുൻഭാഗം വഴി അകത്തേക്ക് കയറി. നമ്മൾ ഒരുക്കിയ വേദിയിലായിരുന്നു പിന്നീട് അവളെ കൊണ്ടുവന്നിരുത്തിച്ചത്. പിന്നീട് വരുന്നത് ക്ഷണിക്കപ്പെട്ട അതിഥികൾ. അവർക്ക് കുട്ടിക്ക് സ്വീറ്റ്സ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള സമയമാണ്. പാറുവിന് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര പ്രൗഡായിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾക്ക് കിട്ടിയ ഗിഫ്റ്റും ഒക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്വീറ്റ്സൊക്കെ കൊടുത്ത് അവളെ എല്ലാവരും അനുഗ്രഹിച്ചു. ചേച്ചിയുടെ കെയർ ഓഫിൽ പാത്തുവിന് ഇന്ന് കോളടിച്ചു. അവൾക്കും കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പാറു വലിയ കുട്ടിയായി എന്ന്. എനിക്ക് ഇപ്പോഴും മനസ്സിൽ ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്ന കുട്ടി എന്ന ഇമേജിൽ നിന്ന് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഒരേ സമയം സന്തോഷവും സങ്കടവും ഒക്കെ വന്നു പോയ നിമിഷങ്ങളായിരുന്നു ഇത്. ഈ പരിപാടി എല്ലാം ചെയ്യുമ്പോഴും വീട്ടിലെ അമ്മമാർ വഴക്ക് പറയുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. പഴയ ചിന്താഗതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പുതിയ ചിന്താഗതി ആക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നവർ ഉണ്ടാകുമോ എന്ന എൻ്റെ ചിന്തയെ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവരും എന്നെ അഭിനന്ദിച്ചു. എന്തായാലും വളരെ സന്തോഷം.